പ്ലസ് ടുവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലാക്ടോപ്രോൺ. സോ ലാക്ടോപ്രോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ് ലാക്ടോപ്രോൺ. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയയ്ക്ക് ലാക്ടോസ് കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ലാക്ടോസിനെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഈ ലാക്ടോപ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബാക്ടീരിയയുടെ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. സോ ഗ്ലൂക്കോസ് അവർ കഴിക്കുന്ന സമയത്ത് അവർക്ക് ഈ ലാക്ടോപ്രോൺ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ടൈം ലാക്ടോപ്രോൺ ഓഫ് കണ്ടീഷനിലായിരിക്കും. സോ ബാക്കിയുള്ള സമയം ഗ്ലൂക്കോസ് അവർക്ക് കിട്ടുന്നില്ല, ലാക്ടോസ് ആണ് അവർക്കുള്ള സോഴ്സ് ഓഫ് ഫുഡ്. സോ ഈ ഒരു ടൈമിലായിരിക്കും ലാക്ടോപ്രോൺ അവർ ഓൺ ചെയ്യുന്നത്. സോ ഈ പ്രവർത്തനം, ഈ ലാക്ടോപ്രോണിന്റെ ഓൺ ആൻഡ് ഓഫ് പ്രവർത്തനം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ലാക്ടോപ്രോണിൽ കാണുന്ന സെറ്റ് ഓഫ് ജീൻസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഒരു ലാക്ടോപ്രോണിൽ പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഐ ജീൻ കാണും, അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്റർ ജീൻ കാണും, അതുപോലെ തന്നെ സെഡ് ജീൻ കാണും, വൈ ജീൻ കാണും ആൻഡ് എ ജീൻ കാണും. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ mRNA യിൽ കാണുന്ന ഫസ്റ്റ് റീജിയൻ ആണ് പ്രൊമോട്ടർ റീജിയൻ. ഇങ്ങോട്ടേക്കായിരിക്കും ആര് വരാൻ പോകുന്നത്? RNA പോളിമറേസ് എൻസൈം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐ ജീൻ എന്ന് പറയുന്നത് ഒരു റിപ്രസർ പ്രോട്ടീനിനെ സിന്തസൈസ് ചെയ്യുന്ന റീജിയൻ ആണ്. ആൻഡ് അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ റീജിയൻ ആണ്. ഓപ്പറേറ്റർ റീജിയൻ ഫംഗ്ഷൻ ചെയ്യുന്നത് റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഓപ്പറേറ്റർ റീജിയനിലേക്കായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ജീൻ ഈ സെഡ് ജീൻ, അത് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ജീനാണ്. നമ്മുടെ ലാക്ടോസ് ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ടുള്ള എൻസൈമാണ്. വൈ ജീനും ലാക്ടോസ് ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ടുള്ള ഒരു ജീനാണ്. ആൻഡ് എ ജീനും ഇതിനുപോലെ തന്നെ ലാക്ടോസ് ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ടുള്ള ഒരു ജീനാണ്. സോ നമ്മുടെ ലാക്ടോപ്രോൺ ഇപ്പോൾ ഓഫ് കണ്ടീഷനിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബാക്ടീരിയ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ് അവരുടെ ഫുഡ് സോഴ്സ്, അവർക്ക് ലാക്ടോസ് ഇപ്പോൾ കിട്ടുന്നില്ല. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ ലാക്ടോപ്രോൺ ഓഫ് കണ്ടീഷനിലായിരിക്കും കാണുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊമോട്ടർ, നമുക്ക് നമ്മുടെ ജീൻ, ലാക്ടോപ്രോണിന്റെ ജീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ലാക്ടോപ്രോണിന്റെ ജീനിലേക്ക് പ്രൊമോട്ടർ റീജിയൻ ഉണ്ടെന്ന് നമുക്കറിയാം. പ്രൊമോട്ടർ റീജിയൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഉറപ്പായിട്ടും RNA പോളിമറേസ് എൻസൈം വരും. ആൻഡ് ഈ RNA പോളിമറേസ് എൻസൈം ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ RNA പോളിമറേസ് എൻസൈം ഇനി ജീനിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. അവർ ഐ ജീനിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? റിപ്രസർ പ്രോട്ടീൻ സിന്തസൈസ് ആകുന്നു. ഓക്കെ, ഒരു റിപ്രസർ പ്രോട്ടീൻ സിന്തസൈസ് ആകുന്നു. ആൻഡ് ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ പോയിട്ട് ഓപ്പറേറ്റർ റീജിയനിലേക്ക് പോയി ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിലേക്ക് പോയി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ RNA പോളിമറേസിന് പിന്നീട് ആ mRNAയിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലോക്ക് ചെയ്തുകൊണ്ട് റിപ്രസർ പ്രോട്ടീൻ അവിടെ ഇരിക്കുവാണ്. സോ ലാക്ടോസ് ഇല്ലാത്ത കണ്ടീഷൻസിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാക്ടോപ്രോൺ പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് ലാക്ടോപ്രോൺ ഓഫ് കണ്ടീഷനിലായിരിക്കും. അവരുടെ ലാക്ടോസ് ബ്രേക്ക് ഡൗണിന് ആവശ്യമായിട്ടുള്ള ജീൻസ് ഒന്നും ആ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നില്ല. ഇനി നമുക്ക് ലാക്ടോപ്രോൺ ഓൺ കണ്ടീഷൻ ആവുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു ടൈമിൽ, ഓൺ കണ്ടീഷൻ എന്ന് പറയുന്ന ടൈമിൽ ലാക്ടോസ് ഇപ്പോൾ പ്രസന്റ് ആണ്. ലാക്ടോസ് എന്ന് പറയുന്ന മീഡിയത്തിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ബാക്ടീരിയ. സോ ലാക്ടോസ് അവരൊരു ഫുഡ് സോഴ്സ് ആയിട്ട് സ്വീകരിച്ച് ലാക്ടോസിന് ഇനി അപ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ നടത്തണം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ പ്രൊമോട്ടർ റീജിയനിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RNA പോളിമറേസ് എൻസൈം വരുന്നു. ഇവർ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ RNA പോളിമറേസ് എങ്ങോട്ടേക്ക് പോകും? അവർ ഐ ജീനിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ഐ ജീനിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആകുന്നു. സോ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ ആണ്. പക്ഷേ ഇവിടെ ആരുണ്ട്? നമ്മുടെ ലാക്ടോസ് ഉണ്ട്. സോ ലാക്ടോസ് ബാക്ടീരിയയുടെ ഉള്ളിൽ പ്രസന്റ് ആണ്. ആൻഡ് ഈ ലാക്ടോസിന് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ ലാക്ടോസിലെ കുറച്ച് ലാക്ടോസ് അല്ലോ ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ആകും. ആൻഡ് ഈ അല്ലോ ലാക്ടോസ് ബാക്ടീരിയയുടെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ളപ്പോൾ നമ്മുടെ റിപ്രസർ പ്രോട്ടീനിന് അല്ലോ ലാക്ടോസിനോടായിരിക്കും കൂടുതൽ അഫിനിറ്റി. അവർ ഓപ്പറേറ്ററിലേക്ക് പോയി ബൈൻഡ് ചെയ്യാതെ ഈ അല്ലോ ലാക്ടോസിലേക്ക് പോയി ബൈൻഡ് ചെയ്യും. സോ റിപ്രസർ പ്രോട്ടീൻ ഇനി എവിടെയില്ല? ഓപ്പറേറ്റർ റീജിയനിലേക്ക് ഇല്ല. ഓപ്പറേറ്റർ റീജിയനിൽ പ്രസന്റ് അല്ല. സോ നമ്മുടെ RNA പോളിമറേസ് ഇനി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? അവർ mRNAയിൽ കൂടെ മൂവ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ സെഡ് ജീനിനും ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ ജീനും അതുപോലെ തന്നെ ലാക്പെർമിയേസിന്റെ ജീനും ട്രാൻസ് അസറ്റൈലൈസ് ജീനിനും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് അവർ mRNA പ്രൊഡ്യൂസ് ചെയ്ത് ഈ പറഞ്ഞ എൻസൈംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇവര് ലാക്ടോസ് ബ്രേക്ക് ഡൗൺ നടത്തുകയും ചെയ്യും. സോ ഇതാണ് നമ്മുടെ ലാക്ടോപ്രോൺ കൺസെപ്റ്റ്.